ഹായ് ഫ്രണ്ട്സ്, വീണ്ടും ജോളീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വെള്ളരിക്ക കിച്ചടിയാണ്. ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെള്ളരിക്ക കിച്ചടി 20 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒരു പാനിൽ 250 ഗ്രാം അല്ലെങ്കിൽ 2 കപ്പ് വെള്ളരിക്ക ചെറുതായി അരിഞ്ഞത് എടുക്കുക. 1 ടീസ്പൂൺ ഉപ്പ്, 1/4 കപ്പ് വെള്ളം ചേർക്കുക. നന്നായി ഇളക്കുക. മൂടി അടച്ച് മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് നേരം വേവിക്കുക. ഇതിനിടയിൽ അരപ്പ് ഉണ്ടാക്കാം. ഒരു ഗ്രൈൻഡർ ജാറിൽ 1 കപ്പ് തേങ്ങ ചിരകിയത്, 1/2 കപ്പ് തൈര്, 3 പച്ചമുളക് എന്നിവ എടുക്കുക. ഇത് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. 5 മിനിറ്റിന് ശേഷം മൂടി തുറക്കാം. വെള്ളരിക്ക നന്നായി വെന്തിട്ടുണ്ട്. അധികമുള്ള വെള്ളം വറ്റുന്നതുവരെ മീഡിയം ഫ്ലെയിമിൽ വേവിക്കുക. ഈ സമയത്ത് മൂടി അടച്ചു വയ്ക്കരുത്. ഇനി ഇതിലേക്ക് അരപ്പ് ചേർക്കാം. ഒപ്പം 1/2 കപ്പ് തൈര്, 1/4 ടീസ്പൂൺ കടുക് ചതച്ചത്, 1/2 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർക്കുക. നന്നായി ഇളക്കുക. ലോ ഫ്ലെയിമിൽ 1 മിനിറ്റ് നേരം വേവിക്കുക. തിളപ്പിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുമല്ലോ. 1 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അവസാനം താളിക്കുന്നതിനായി ഒരു പാനിൽ 3 ടേബിൾ സ്പൂൺ എണ്ണ എടുത്ത് ചൂടാക്കുക. എണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടിയതിന് ശേഷം ലോ ഫ്ലെയിമിൽ വയ്ക്കുക. 4 വറ്റൽ മുളക് പകുതിയായി എരിഞ്ഞത്, കുറച്ച് കറിവേപ്പില ചേർക്കുക. നന്നായി ഇളക്കുക. ലോ ഫ്ലെയിമിൽ 1 മിനിറ്റ് നേരം വഴറ്റുക. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് കറിയുടെ മുകളിൽ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇളക്കരുത്. മൂടി അടച്ച് 10 മിനിറ്റിന് ശേഷം മാത്രം ഇളക്കുക. ഇത് രുചികൾ ആഗിരണം ചെയ്യാൻ സഹായിക്കുന്നു. 10 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് നന്നായി ഇളക്കുക. രുചികരമായ വെള്ളരിക്ക കിച്ചടി തയ്യാർ. ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെള്ളരിക്ക കിച്ചടി 20 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.